മിഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി അമ്മ കൊണ്ടുവന്ന ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്നേഹ സച്ചി ഫോൺ ചെയ്യുന്നത്. അന്നേരം ആദ്യം എടുക്കുന്നില്ല, കല്യാണക്കാര്യം പറഞ്ഞ് നിർബന്ധിക്കാനായിരിക്കും എന്ന് കരുതിയാണ് എടുക്കാത്തത്. പിന്നീട് സഞ്ജുവും സ്വാതിയും നിർബന്ധിക്കുമ്പോൾ സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അന്നേരം കരഞ്ഞുകൊണ്ട് സ്നേഹ പറയുന്നുണ്ട്, അച്ഛന് ക്രിട്ടിക്കലായിട്ട് ICUലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് സ്നേഹങ്ങ് കരയുകയാണ്. തുടർന്ന് ആകെ വിഷമിക്കുന്ന സച്ചി ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് സഞ്ജുവിനെയും കൂട്ടി സച്ചി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അന്നേരം ഇതൊക്കെ അമ്മ കേൾക്കുന്നുണ്ട്. കൂട്ടുകാരൻ്റെ അച്ഛന് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ സ്വാതി വന്ന് കാഞ്ചനോട് പറയുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് കവിതയും റൂമിലേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് സേതുമാധവന് ഹാർട്ട് അറ്റാക്ക് വന്നതിലും കവിത ലച്ചുവിനെ പഴിചാരാനായിട്ടാണ് ശ്രമിക്കുന്നത്. കുടുംബത്തിലേക്ക് ഒരുത്തി വന്ന് കയറുന്നതിന് മുമ്പേ അപശകുനം തുടങ്ങി ആപത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ കാണിച്ചു തന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാതി അങ്ങ് വിഷമിക്കുകയാണ്. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും ഇളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്. ഇപ്പോൾ സച്ചി താലി കെട്ടിയിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആസ്വദിച്ച് കാഞ്ചന നിന്നങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ഇവരെ റൂമിനകത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ വാതിൽക്കലിൻ്റെ അടുത്തുകൂടി പോകുന്ന ലക്ഷ്മി കേട്ട് ആകെ സങ്കടമാവുകയാണ്. തുടർന്ന് കവിത പറയുന്നുണ്ട്, താലി കെട്ടണമെന്നില്ല, ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയല്ലേ, അപ്പം ദുസൂചനയായിട്ട് അപകടം അവനിലേക്കും വ്യാപിച്ചതായിരിക്കാം. ചുമ്മാതല്ല താലി കെട്ടിയവൻ അവളെ കളഞ്ഞിട്ട് പോയത്, അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നൊന്നും അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് കവിത ആ കുറ്റം ലച്ചുവിൻ്റെ മേളിലങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ വല്യേച്ചിന്ന് കവിത ചോദിക്കുമ്പോൾ ഒരു തെറ്റുമില്ല, ഇവളുടെയും സഞ്ജുവിൻ്റെയും കല്യാണം മുടങ്ങാനും അവൾ തന്നെയാണ് കാരണം. താലിയിലും കഴുത്തിൽ കെട്ടിത്തൂക്കി ഒരു അപശകുനമായിട്ടാണ് അവൾ ഈ വീട്ടിൽ വന്ന് കയറിയത് എന്നൊക്കെ ദേഷ്യത്തോടെ കാഞ്ചന പറയുമ്പോൾ പുറത്തു നിൽക്കുന്ന ലച്ചുവിന് ആകെ അങ്ങ് സങ്കടമാകുന്നുണ്ട്. സ്വാതിയും ആ സംസാരമൊക്കെ കേട്ട് വിഷമിക്കുകയാണ്. തുടർന്ന് സച്ചിയും സഞ്ജുവും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അന്നേരം സ്നേഹയോട് അച്ഛൻ എങ്ങനെയുണ്ട്, എന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ സച്ചി തിരക്കുമ്പോൾ അവന്തിക സച്ചിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് അറിയില്ലല്ലേ, ഒരു അച്ഛനോട് പറയാവുന്നതാണോ നീ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, അച്ഛനെ എത്രമാത്രം സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് നിനക്കറിയാമോ, എന്തുമാത്രം പ്രതീക്ഷയോടാണ് അച്ഛൻ നിന്നെ കാത്തിരുന്നത്, അതൊന്നും മനസ്സിലാക്കാതെ ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം തട്ടിക്കളഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവന്തിക കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ സർജറി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ സഞ്ജുവിന് ആകെ വിഷമമാവുകയാണ്. കരഞ്ഞുകൊണ്ട് സച്ചിക്ക് ആകെ വിഷമമാവുകയാണ്. കരഞ്ഞുകൊണ്ട് സച്ചി ആണെങ്കിൽ സഞ്ജുവിൻ്റെ തോളിലേക്ക് വീഴുകയാണ്. തുടർന്ന് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് സച്ചി കരയുന്നുണ്ട്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും പകുതി പ്രതീക്ഷ പോലും വേണ്ട, ഇത് 3ാമത്തെ അറ്റാക്കാണ്, 2 അറ്റാക്കും അറിയാതെ പോയി, ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് വീണ്ടും സച്ചി അങ്ങ് സങ്കടപ്പെടുകയാണ്. ഞാൻ കാരണമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ വന്നത്, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യുമെടാന്നൊക്കെ സച്ചി സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം സച്ചി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ വിഷമം കണ്ടിട്ട് സഞ്ജുവിന് കഴിയുന്നില്ല. അതേ അവസ്ഥയിലിരിക്കുകയാണ് സന്ദീപും അവന്തികയും സ്നേഹയും ഒക്കെ. ഇതേസമയം സഞ്ജുവിനെ വിളിച്ച് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ അറിയുന്ന സ്വാതി അത് ശ്രീദേവിയോടും മുത്തശ്ശിയോടും ഒക്കെ പറയുകയാണ്. പക്ഷേ പറയുമ്പോഴും സ്വാതിയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് മോൾ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ശ്രീദേവി ചോദിക്കുന്നുണ്ട്. അന്നേരം അറ്റാക്ക് വന്നത് ആരും അറിഞ്ഞില്ല, ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ എത്തിക്കാനും വൈകി എന്നങ്ങ് വിഷമിച്ച് പറയുകയാണ്. അന്നേരം നാളെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകണമെന്ന് ശ്രീദേവി അച്ഛനോടും അമ്മയോടും പറയുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ സേതുമാധവൻ്റെ നില മെച്ചപ്പെടുന്നുണ്ട്. അത് സഞ്ജു വന്ന് സച്ചിയോട് പറയുകയാണ്, പേസ് മേക്കർ കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്കിളി കടക്കും, പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാവുകയാണ്. തുടർന്ന് സ്നേഹയുടെ മുഖമൊക്കെ നോക്കിയിട്ട് സഞ്ജു പറയുന്നുണ്ട്, സന്ദീപിനെയും സ്നേഹയും അവന്തിയേട്ടത്തി കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ എന്ന് പറയുകയാണ്. അന്നേരം സ്നേഹ പക്ഷെ പോകുന്നില്ല. സ്നേഹ പറയുകയാണ്, അവന്തിയേട്ടത്തി സഞ്ജുവേട്ടനോടും സന്ദീപേട്ടനോടും കൂടി പോയിട്ട് വാ, ഞാൻ സച്ചിയേട്ടൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറയുകയാണ്. തുടർന്ന് സഞ്ജുവും അവന്തിയും സന്ദീപും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് സ്നേഹയ്ക്ക് തന്നോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ്. അന്നേരം എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനിത് 2ാമത്തെ തിരിച്ചു വരവാണ്, സച്ചിയേട്ടൻ ഇനി ഞങ്ങളെ വിട്ട് ഒരിക്കലും എങ്ങോട്ടത്തേക്കും പോവല്ല്, ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് സച്ചിയേട്ടനെ ഓർത്ത് അച്ഛൻ കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല, അമ്മ പോയെങ്കിലും അതൊന്നും അറിയിക്കാതെ ഞങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ, അതുകൊണ്ട് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സച്ചിയേട്ടൻ്റെ വിവാഹം, അച്ഛൻ സച്ചിയേട്ടൻ്റെ മാത്രമല്ല എൻ്റെയും സന്ദീപേട്ടൻ്റെ
അവന്തികയും കൂടി അച്ഛനാണ്. ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല. അച്ഛൻ്റെ രണ്ടാം വരവ് ഇനി ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സച്ചിയേട്ടനാണ്. വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് അനിയത്തിയുടെ ഒരു യാചനയാണ് എന്നൊക്കെ അങ്ങ് സ്നേഹ പറയുമ്പോൾ ആകെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി. ഏട്ടത്തി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് ഏട്ടൻ കാണുന്നില്ലേ, ഇനിയും ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഒരു മറുപടിയും പറയുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് അവന്തികയും അനഘയും കൂടി മംഗലശ്ശേരിയിലേക്ക് വരികയാണ്. എങ്ങനെയും സച്ചിയെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. തുടർന്ന് അവർ വരുമ്പോൾ ലക്ഷ്മിയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ലക്ഷ്മിയുടെ ചിരിച്ച മുഖം കാണുമ്പോൾ അവന്തികയ്ക്കും അനഘയ്ക്കും സന്തോഷം, മുഖത്തൊരു വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറുമ്പോൾ മുത്തശ്ശിയും ഒക്കെ സേതുമാധവൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അന്നേരം എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് അവന്തിക ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഒന്നും അറിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സഞ്ജു ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും പറഞ്ഞില്ല എന്ന് ശ്രീദേവിയും പറയുകയാണ്. തുടർന്ന് അവന്തിക ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ്. സഞ്ജു സച്ചിയും കൂട്ടി വീട്ടിൽ വന്നതും കല്യാണം ആലോചിച്ചതും ഫോട്ടോ എടുത്തെറിഞ്ഞിട്ട് പോയതും അച്ഛനോട് മോശമായി സംസാരിച്ചതും ഒക്കെ അവന്തിക അവരോട് പറയുന്നുണ്ട്. ഇതേസമയം അമ്മു അവർക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അന്നേരം ഈ കുട്ടി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിയാണെന്ന് സ്വാതി പറയുന്നുണ്ട്. അന്നേരം കാഞ്ചനേച്ചിക്ക് ഒരു മകളെ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവൾ എൻ്റെ അനിയത്തി തന്നെയാണെന്ന് അമ്മുവിനെ ചേർത്ത് പിടിച്ച് സ്വാതി പറയുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ കല്യാണം ശരിക്കും ഉറപ്പിച്ചോ എന്ന്. അന്നേരം അച്ഛൻ വാക്ക് കൊടുത്തു, പയ്യൻ സ്ഥലത്തില്ല എന്നാണ് പെൺവീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇത് അച്ഛൻ്റെ ജീവിതം രണ്ടാമതൊരു തിരിച്ചു വരവാണ്. അച്ഛനെ വിഷമിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല. ഈ കല്യാണം നടത്തി പറ്റുമെന്ന് അവന്തിക പറയുകയാണ്. അന്നേരം ഈ സംഭവങ്ങളെല്ലാം കേട്ട് പരസ്പരം നോക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ശ്രീദേവിയും കാവേരിയും ഒക്കെ. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കേട്ട് ആകെ സന്തോഷത്തിലാണ് അമ്മു. സ്വാതി അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. അമ്മുവിൻ്റെ മുഖത്തെ സന്തോഷം സ്വാതി ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് അവന്തിക പറയുകയാണ്, നിങ്ങൾ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം, നിങ്ങൾ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ട് ബാഗിൽ നിന്നും ഇതാണ് കുട്ടിയുടെ ഫോട്ടോ എന്നും പറഞ്ഞ് അർച്ചനയുടെ ഫോട്ടോ കൊടുക്കുകയാണ്. തുടർന്ന് അത് കാവേരിയും ശ്രീദേവിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നോക്കിയ ശേഷം അമ്മു അത് വാങ്ങിയിട്ട് സന്തോഷത്തോടുകൂടി നോക്കുകയാണ്. എന്നിട്ടത് സ്വാതിക്ക് നേരെ കൊടുക്കുകയാണ്. സ്വാതി അത് ശ്രദ്ധിക്കാതെ നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. താങ്ക്